കണ്ടില്ലേ, ഇതാണ് യഥാർത്ഥ മതേതര മുസ്ലിം ലീഗ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. പേരിൽ മാത്രമേ ഇന്ത്യയും യൂണിയനും ഒക്കെ ഉള്ളൂ, മനസ്സ് മൊത്തം അധികാര കൊതിയാണ്. കേരളത്തിലെ കാര്യം അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ വി ഡി സതീശനെ മുഖ്യമന്ത്രി ആക്കിയാൽ മാത്രമേ ലീഗിൻ്റെ കളിയൊക്കെ ഇനി 5 കൊല്ലത്തേക്ക് നടക്കുകയുള്ളൂ. അതവർക്ക് വ്യക്തമായി അറിയാം. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതാ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ എന്തൊക്കെയാണ് പറഞ്ഞത്? എങ്ങനെയാണ് രണ്ടുപേർ ജയിച്ചത് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ തമിഴ്നാട്ടിൽ? DMK നേതൃത്വം നൽകുന്ന പ്രോഗ്രസീവ് മുന്നണിക്കൊപ്പം നിന്ന് തന്നെയാണ് ജയിച്ചത്. അല്ലെങ്കിൽ അവരെങ്ങനെ ജയിക്കും? അതെ. എന്നിട്ടിതാ ഒരു ദാക്ഷിണ്യവുമില്ലാതെ MK സ്റ്റാലിനെ തള്ളി പറഞ്ഞിരിക്കുന്നു. അധികാരം പോയാലും ഇല്ലെങ്കിലും സ്റ്റാലിനൊപ്പം ഞങ്ങൾ നിൽക്കുമെന്ന് CPM-നൊപ്പം പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ്, CPM-ഉം CPI-യും സ്റ്റാലിനോട് ടാറ്റ പറഞ്ഞ് ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെ ഇതാ പ്ലേറ്റ് മാറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരൊറ്റ ദിവസം കൊണ്ടാണ് തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗിൻ്റെ ആ ടേൺ. കോൺഗ്രസിനും ഇടത് കക്ഷികൾക്കും പിന്നാലെ DMK മുന്നിൻ്റെ ഭാഗമായിരുന്ന മുസ്ലിം ലീഗും ഇതാ മുന്നണി വിട്ട് അധികാരത്തിലേക്ക് മാറുകയാണ്. TVK സർക്കാരിനെ പുറത്തുനിന്നും പിന്തുണയ്ക്കാനാണ് നിലവിൽ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്തുണ അകത്തു നിന്നായാലും പുറത്തു നിന്നായാലും, അത് CPM-ൻ്റെ പിന്തുണയായാലും CPI-യുടെ പിന്തുണയായാലും മുസ്ലിം ലീഗിൻ്റെ പിന്തുണയായാലും പിന്തുണ തന്നെയായിരിക്കും. അകത്ത് നിൽക്കുന്നതിനേക്കാൾ കടുത്ത സമ്മർദ്ദ രാഷ്ട്രീയ തന്ത്രങ്ങളാകും പുറത്തു നിൽക്കുന്ന ഈ 3 കക്ഷികളും എടുത്ത് പ്രയോഗിക്കുക. പക്ഷെ ഒരാഗ്രഹമുണ്ട്. പുറത്തു നിന്നാണ് പിന്തുണയെങ്കിലും സ്പീക്കർ പദവി ആകാം, ഡെപ്യൂട്ടി സ്പീക്കർ പദവിയാകാം, അങ്ങനെ നിയമസഭയിലെ മറ്റ് ഉന്നത പദവികളൊക്കെ ആകാം. മന്ത്രിയാകണ്ട എന്ന് മാത്രമേ ഉള്ളൂ. അത് ആദ്യത്തെ അല്ലെങ്കിൽ ഒരു തുടക്കം എന്ന നിലയിൽ TVK-യോടുള്ള വിജയോടുള്ള ഒരു ഔദാര്യമായാണ് ലീഗ് ഇപ്പോൾ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK നേതൃത്വം നൽകുന്ന മുന്നണിക്ക് അധികാരം നഷ്ടമായെങ്കിലും സഖ്യമാറ്റം ഉണ്ടാകില്ല എന്നാണ് മുസ്ലിം ലീഗ് കഴിഞ്ഞ ദിവസം വരെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷേ കുടിച്ച വെള്ളത്തിൽ പോലും മുസ്ലിം ലീഗിനെ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും വിശ്വസിക്കാനാകില്ലെന്നിതാ അവർ തന്നെ തെളിയിച്ചിരിക്കുന്നു. കോൺഗ്രസ് MLA-മാർ DMK വിട്ട് വിജയിയുടെ TVK ക്യാമ്പിലേക്ക് എത്തിയതിന് പിന്നാലെ ഇതാ ലീഗ് അടക്കം ഓടിപ്പോയിരിക്കുന്നു സ്റ്റാലിന് പിന്നോട്. എന്താണ് അവർ നേരത്തെ പറഞ്ഞത്? മുസ്ലിം ലീഗിൻ്റെ ദേശീയ പ്രസിഡന്റ് ഖാദർ മൊയ്തീൻ തൻ്റെ നിലപാട് ആദ്യം വ്യക്തമാക്കിയത് എന്താണ്? ഇന്നലെ തങ്ങൾ സ്റ്റാലിനൊപ്പമായിരുന്നു, ഇന്ന് തങ്ങൾ സ്റ്റാലിനൊപ്പമാണ്, നാളെയും സ്റ്റാലിനൊപ്പം തന്നെയായിരിക്കും. പക്ഷേ ഇപ്പോൾ ഖാദർ മൊയ്തീൻ ഇതിലൊരല്പം തിരുത്തു വരുത്തുന്നുണ്ട്. നാളെ ഞങ്ങൾ വിജയ്ക്കൊപ്പമായിരിക്കും. പച്ചയ്ക്കുള്ള കാലുമാറ്റം തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ തമിഴ്നാട്ടിൽ കാട്ടിയിരിക്കുന്നത്. എന്താണ് ഇവർ പറയുന്നൊരു പൊതുന്യായം? BJP-യുമായുള്ള സഹകരണം ഒഴിവാക്കാനാണ് TVK-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചതെന്നാണ് ലീഗിൻ്റെ ന്യായീകരണം. ഇതേ ന്യായീകരണം തന്നെയാണ് CPM-നും CPI-ക്കും ഉള്ളത്. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ BJP കൂടി സഖ്യകക്ഷിയായ AIADMK അധികാരത്തിലെത്തുമത്രേ. DMK-യും AIADMK-യും ചേർന്ന് അധികാരത്തിലെത്തിയാൽ അത് ഏറ്റവും ദുരന്തമാകുക BJP തമിഴ്നാട്ടിലേക്ക് വരിക എന്നതാണെന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം. ഇപ്പോൾ മനസ്സിലായല്ലോ TVK സർക്കാരിൻ്റെ പ്രധാന എതിരാളി അവിടുത്തെ BJP കക്ഷി തന്നെയെന്ന്. എന്തായാലും അത് തമിഴ്നാട്ടിലെ കാര്യം. പച്ചയ്ക്ക് കാലുമാറിയിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് ദേശീയ തലത്തിൽ വലിയൊരു കൂട്ടായ്മയെ കൊണ്ടുവന്നിരുന്ന DMK സഖ്യം. DMK ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയാണെന്ന് ഓർക്കണം. അങ്ങനെ ഇന്ത്യ മുന്നണിയുടെ പ്രധാന ഘടകകക്ഷിയായ ആ DMK മുന്നണിയിൽ നിന്നും ഇതാ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള മുസ്ലിം ലീഗ് കാലുവാരിയിരിക്കുന്നു. എന്താണ് അപ്പോൾ ഇവിടെ മുന്നണി മര്യാദ? എന്താണ് മുന്നണി ധാർമ്മികത? ഒന്നുമില്ല. രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയാണെങ്കിൽ ഇവിടെ ഇതാ ലീഗും CPM-ഉം CPI-യും ഒക്കെ ആ ഇന്ത്യ മുന്നണിയിൽ തങ്ങൾ ഇനി ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ദേശീയ തലത്തിൽ കേന്ദ്രത്തിൽ പ്രധാന പ്രതിപക്ഷമായ ഇന്ത്യ മുന്നണി നെടുക്കെ 4 കഷ്ണമായി പിളർന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണി വിട്ടുപോകുന്ന CPM-ഉം CPI മുസ്ലിം ലീഗുമൊക്കെ, അതിന് തമിഴ്നാട്ടിൻ്റെ പേരിലായാലും കേരളത്തിൻ്റെ പേരിലായാലും ഒക്കെ അവർ പിളർന്നു പോകുമ്പോൾ ഒറ്റ കക്ഷിയാകുമെന്നാണ് വിചാരിക്കുന്നത്? അല്ല. ഇവരെല്ലാം ഓരോരോ നിലപാടുകളുള്ളവരാണ്, ഓരോരോ സമീപനങ്ങളുള്ളവരാണ്, ഓരോരോ വർഗീയ തന്ത്രങ്ങൾ മെനയുന്നവരാണ്. അപ്പോൾ ഇവരെല്ലാം ഓരോരോ ധ്രുവങ്ങളിലാകും ചെന്ന് നിൽക്കുക. എന്തായാലും ഇന്ത്യ മുന്നണി പിളർന്നു എന്നത് തന്നെ രാഹുൽ ഗാന്ധിക്കേറ്റ കനത്ത അടിയാണ്. പ്രതിപക്ഷ നേതാവായി 2 കൊല്ലം തികയ്ക്കുമ്പോൾ
ഇതാ രാഹുൽ ഗാന്ധിയുടെ കാലിടറിയിരിക്കുന്നു, അടിത്തറ തകർന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് നൽകാൻ പറ്റിയ ഏറ്റവും കനത്ത അടി തന്നെയാണ് ഇപ്പോൾ ലീഗും CPM-ഉം CPI-യും. അത്ര വലിയ കക്ഷിയൊന്നും അല്ലെങ്കിലും അവർ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ചില നിലപാടുകൾ എടുക്കാൻ പ്രാപ്തരായവരാണ് ഈ കക്ഷികൾ എന്നുകൂടി ഓർക്കണം. കേരളത്തിൽ കണ്ടില്ലേ, വി ഡി സതീശൻ മുഖ്യമന്ത്രിയായാൽ മതി, 99% വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകും എന്നൊക്കെ പറഞ്ഞാണ് മുസ്ലിം ലീഗിൻ്റെ ഒരു സമ്മർദ്ദതന്ത്രം. അവരത് ഹൈക്കമാൻഡിനെ വരെ അറിയിച്ചു കഴിഞ്ഞു. പക്ഷേ ഹൈക്കമാൻഡ് എന്നാണ് പറയുന്നത്, മുകുൾ വാസ്നിക്കും അജയ് മാക്കനൊക്കെ പറയുന്നതാണ്, ഘടകകക്ഷികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ല, അവിടെ അടങ്ങിയിരിക്കുക എന്നാണ് ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ വാക്കായി ഇപ്പോൾ ഈ ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളോട് നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകുന്നത് ഏത് വിധേനയും തടയുക എന്നതിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ആ അജണ്ട തന്നെ ഡൽഹിയിൽ ഇന്ത്യ മുന്നണിയിൽ ഒരു പിളർപ്പുണ്ടാക്കുക എന്നത് തന്നെയാണ്. അപ്പോൾ DMKയുടെ അടുത്ത തന്ത്രം എന്താണ്? DMK ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ 22 MP-മാർ, കനിമൊഴിയാണ് ലോക്സഭയിലെ DMKയുടെ ഉപനേതാവായ കനിമൊഴിയാണ് കത്ത് നൽകിയിരിക്കുന്നത്. തങ്ങളുടെ 22 MP-മാരെ പ്രത്യേക ബ്ലോക്കാക്കി ഇന്ത്യ മുന്നണിയിൽ ഇരിക്കേണ്ട, ഇന്ത്യ മുന്നണിയിൽ നിന്ന് മാറി പ്രത്യേക ബ്ലോക്കാക്കി ഇരിക്കാൻ അനുവദിക്കണമെന്ന്. സ്വാഭാവികമായും സ്പീക്കർ അതിന് അനുമതി നൽകും. ഇനി അടുത്ത ഘട്ടം, 22 MP-മാർ DMKയ്ക്കുണ്ട്. അവർ പാർലമെൻറ്റിൽ, ലോക്സഭയിൽ, രാജ്യസഭയിലൊക്കെ ഒറ്റപ്പെട്ടു പോകുമെന്ന യാതൊരു ഭീതിയും വേണ്ട. കാരണം അവിടെ ആം ആദ്മി പാർട്ടിയിലെ 7 MP-മാർ രാജ്യസഭയിൽ BJP-യിലേക്ക് മാറിയതിൻ്റെ അതേ ചൂട് പിടിച്ച് അവരും വൈകാതെ തന്നെ BJP NDAയുടെ ഭാഗമാകുമെന്നതിൽ ഒരു സംശയം വേണ്ട. കാരണം ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്ന മതേതരത്വം, കൂട്ടായ്മ, ഇതൊക്കെ മുസ്ലിം ലീഗ് എന്ന കക്ഷിയുടെയും CPM-ൻ്റെയും CPI-യുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ, കോൺഗ്രസിൻ്റെ കാര്യം എടുത്തു പറയണം. കാരണം ആദ്യമായി തമിഴ്നാട്ടിൽ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് DMKയ്ക്കൊപ്പം ഉണ്ടായിരുന്ന 5 കോൺഗ്രസ് MLA-മാരാണ്. അത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനപ്രകാരമാണ്. അങ്ങനെ വരുമ്പോൾ എങ്ങനെ ഇനി സ്റ്റാലിനും DMK MP-മാർക്കും MLA-മാർക്കും ഡൽഹിയിൽ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ അംഗീകരിക്കാനാകുക? അവർ അംഗീകരിക്കില്ല. അപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഡൽഹിയിൽ പാർലമെൻറ്റിലടക്കം ഇനി DMK പ്രത്യേക ബ്ലോക്കായിട്ടാകും പാർലമെൻറ്റിൽ ആദ്യം ഇരിക്കുക. അതിനുശേഷമാകും DMK ഇനി അങ്ങോട്ട് എന്ത് വേണമെന്ന് വളരെ വ്യക്തമായി, വളരെ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുക്കുക. എന്തായാലും ഈ ഒരു ചതി ഒരിക്കലും പൊറുക്കാനാകില്ല എന്നാണ് തമിഴകവും പിന്നെ MK സ്റ്റാലിനും DMKയും ഒക്കെ ഇപ്പോഴും തുറന്നു പറയുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇത് തമിഴ്നാട്ടിൽ ADMKയും DMKയും ദ്രാവിഡ കക്ഷികളാണ്. TVK ദ്രാവിഡ കക്ഷി എന്ന അവകാശവാദം ഉന്നയിക്കാത്തതാണ്. എന്നാൽ അവർ ദേശീയത ഉയർത്തിപ്പിടിക്കുന്നുമില്ല. എന്നാൽ അവർ വർഗീയ കക്ഷി അല്ലെന്ന് പറയുന്നുമില്ല. ജോസഫ് വിജയ് എന്ന ഞാൻ അങ്ങനെയാകും അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുന്ന തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി വിജയ് സത്യപ്രതിജ്ഞയ്ക്ക് ചെന്ന് ഗവർണർ മുന്നിൽ നിൽക്കുക. അതെ, ജോസഫ് വിജയ്. അവിടെ ഇവാഞ്ചലിക്കൽ മിഷൻ്റെ, അവരുടെ ഇവാഞ്ചലിക്കൽ സഭകളുടെ ദൗത്യം എന്താണ്? തങ്ങൾക്കൊരു മുഖ്യമന്ത്രി, തങ്ങൾക്ക് തമിഴ്നാട്ടിൽ ഭരണം, തമിഴ്നാട് തങ്ങളുടെ കയ്യിൽ. അതുതന്നെയാണ്, അതിന് തടയിടാനാണ് BJP തമിഴ്നാട്ടിൽ അണ്ണാമലയുടെയും രാജേന്ദ്രൻ അന്നാരുടെയും മുഖ്യ നേതൃത്വത്തിൽ ഇപ്പോൾ കടുത്ത പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരുന്നതും. എന്തായാലും നല്ല കാര്യം തന്നെയാണ്. ജോസഫ് വിജയ് എന്ന ആ TVKയുടെ തലവൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ജനത്തിന്, തമിഴകത്തെ ജനത്തിന് മനസ്സിലാകും ഇത് ദ്രാവിഡ കക്ഷി അമ്പാടും മുടിക്കാൻ വന്നൊരു അന്യസംസ്ഥാന തന്ത്രമാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങളെ തമിഴകം ഏറിയാൽ 1-2 മാസത്തിനകം തിരിച്ചറിയും. അവർ വ്യക്തമായ വിധിയെഴുത്ത് ഈ വിജയുടെ TVKയുടെ ഇവാഞ്ചലിക്കൽ പ്രവർത്തനങ്ങൾക്കെതിരെ വ്യക്തമായി നടത്തുമെന്ന് ഉറപ്പാണ്. എന്തായാലും BJP തമിഴ്നാട്ടിൽ കാത്തിരിക്കുകയാണ്. വീണ്ടും ഒന്ന് കാർമേഘം എല്ലാം ഒന്ന് ഒഴിഞ്ഞ് നദിയിലെ ജലമെല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതും കാത്ത്.